നിങ്ങളുടെ ലേഔട്ടിനെ ഫ്ലാറ്റ് മോഡിൽ നിന്ന് കുറച്ചും കൂടി ഒരു പ്രീമിയം ക്രിയേറ്റീവ് ടച്ച് വരുത്താനുള്ള ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ. ഈ ടൈപ്പ് ലേഔട്ടുകൾ കണ്ടിട്ടുണ്ടോ? അതായത് ഒരു സബ്ജക്റ്റിനെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഏതെങ്കിലും പോർഷൻസ് ചിലപ്പോൾ ടൈറ്റിലിന് മുകളിലോട്ടോ അതല്ലെങ്കിൽ തൊട്ടടുത്ത ബാക്ക്ഗ്രൗണ്ടിലോട്ടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പ്ലേസ് ചെയ്യുന്ന ഒരു രീതി, ഒരു സ്റ്റൈൽ ഓഫ് കോമ്പോസിഷൻ. ഈ ഒരു ഡിസൈന് നമുക്ക് സ്പോർട്സ് പേജിലൊക്കെ കൂടുതലായിട്ട് കാണാൻ പറ്റും. ഡിസൈൻ സൈക്കോളജിയുടെ പെർസ്പെക്റ്റീവിൽ ഈ ഒരു സ്റ്റൈല് കുറച്ച് ഇമോഷൻസ് ഇവോക്ക് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒന്നുകിൽ ഈ സബ്ജക്റ്റിൻ്റെ ഡോമിനൻസ് അറിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് അറിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് ഏതെങ്കിലും ഒരു ആക്ഷൻ മോഡിൽ നിൽക്കുന്നതാണെങ്കിൽ ലൈക്ക് ബൗളിംഗ് ബാറ്റിംഗ് ഒക്കെ പോലെ, അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ്റെ നാച്ചുറൽ ഫ്ലോ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് കോമ്പോസിഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് പൊതുവേ ഇൻഡിസൈനും ഫോട്ടോഷോപ്പും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യാറ്. എന്നാൽ ഇൻഡിസൈൻ്റെ കുറച്ചും കൂടെ ലേറ്റസ്റ്റ് വേർഷൻസിലേക്ക് നമുക്കിത് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പറഞ്ഞ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ ഇമേജ് നമുക്ക് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ഇമേജിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു, Ctrl+J അടിച്ചിട്ട് ഒരു കോപ്പി എടുക്കുന്നു. എന്നിട്ട് ഈ ടോപ്പിലുള്ള ലെയറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ PSD ഫയലായിട്ട് തന്നെ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇൻഡിസൈനിൽ ഒരു A3 പേജ് എടുത്തിട്ടുണ്ട്. ഇതിനകത്താണ് ഞാൻ ആ പറഞ്ഞ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ PSD ഫയൽ ഓപ്പൺ ചെയ്യാണ്. ഇമേജ് ആവരുത്, PSD ഫയൽ തന്നെ ഓപ്പൺ ചെയ്യണം. ഇനി ഇതേ ഇമേജിൻ്റെ ഒരു സെയിം കോപ്പി കൂടി ഇതിലേക്ക് എടുക്കുകയാണ്. അതിന് Ctrl+C പ്രസ് ചെയ്തിട്ട് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ഇൻ പ്ലേസ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ കറക്റ്റ് ടോപ്പിൽ തന്നെ അത് സെയിം ആ ഒരു സാധനം പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫോട്ടോഷോപ്പിലേക്കൊന്നും പോകുന്നില്ല. ഇൻഡിസൈനിൻ്റെ കുറച്ച് ലേറ്റസ്റ്റ് വേർഷൻസിലേക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഫോട്ടോഷോപ്പിൻ്റെ ലേയേഴ്സുകൾ നമുക്ക് ഇൻഡിസൈനകത്ത് തന്നെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇമേജ് ഈ ടോപ്പിലുള്ള ലെയറിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ഒബ്ജക്റ്റ് ലെയർ ഓപ്ഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിനകത്തൊരു വിൻഡോ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഫയലിനകത്ത് എത്ര ലെയേഴ്സ് ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ 2 ലെയർ ആക്കിയിട്ടേ ഉള്ളൂ. ഒന്ന് ബാക്ക്ഗ്രൗണ്ട്, ഒന്ന് ടോപ്പിലുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ഈ 2 കളിക്കാരുടെ ഫോട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിനെ നമ്മളിവിടെ ഹൈഡ് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോപ്പിലുള്ള ലെയറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വേണ്ട ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ടൈറ്റിൽ ഇവിടെ പ്ലേസ് ചെയ്യാം, ഏറ്റവും ടോപ്പിൽ. ഇനി നമ്മൾ പറഞ്ഞ പോലെ ആ ടൈറ്റിലിൻ്റെ ടോപ്പിലോട്ട് നമ്മൾ ഈ ഒരു പ്ലേയേഴ്സിൻ്റെ ഫോട്ടോ ഓവർലാപ്പ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മാറ്റർ കൂടെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഇവിടെ ഇത്ര ശ്രദ്ധിക്കാനുള്ളൂ, നമ്മൾ ടെക്സ്റ്റിൻ്റെ ടോപ്പിലോട്ടൊക്കെ ഇങ്ങനെ ഇമേജസ് വെക്കുന്ന സമയത്ത്, ഓവർലാപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് റീഡബിലിറ്റി ഇഷ്യൂ വരുന്നത് ഒന്ന് കീപ്പ് ചെയ്യണം.